ശ്രീ SJR കുമാർ, എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരുന്നു. മാത്രമല്ല, ദേവസ്വത്തിലെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, ദേവസ്വം കമ്മീഷണർ പ്രതിസ്ഥാനത്ത് വരുന്നു. ഇവരുടെയൊക്കെ നടപടികൾ സംശയകരം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പോറ്റിക്ക് അനുകൂലമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ കമ്മീഷണറും നിലപാട് എടുത്തിട്ടുണ്ട്. ദേവസ്വം മാനൽ ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല, പോറ്റി വെറും ഒരു പരൽ മീൻ മാത്രമാണ്, വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയില് വളരെയധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വം വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോ ഈ പറയുന്ന 2019 സമയത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ, പ്രസിഡന്റ്, ഇവരെല്ലാം തന്നെ CPM-ന്റെ നേതൃത്വത്തില് നേതാക്കന്മാരാണ്. കൂടാതെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ആള് മുൻ MLA ആണ്. അതുപോലെ തന്നെ തുടർന്ന് ഇങ്ങോട്ടും എല്ലാം നമുക്കറിയാം. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന്റെ വിഷയങ്ങളിലൊക്കെ കേരള സർക്കാർ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 2019 ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിലേക്ക് ഇത് കൊടുത്തയക്കണം എന്നുള്ള തീരുമാനത്തിന്റെ പിന്നിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒരു തീരുമാനം ബോർഡിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയ അനുമതി ഇല്ലാതെ അതുണ്ടാവുക അസാധ്യമാണെന്ന് തന്നെയാണ് കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം, എനിക്ക് തോന്നുന്നു SITയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും അത് ഈ ഇവർ വരെ എത്തിയപ്പോ തീർച്ചയായിട്ടും ഇവരിലേക്ക് എത്തി. ഇനിയിപ്പോ അവരെ ചോദ്യം ചെയ്തുമ്പോഴായിരിക്കാം അടുത്ത തലത്തിലേക്ക്, അതായത് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ വരുന്നതാണ് അവര് പലതരത്തിൽ, തീർച്ചയായിട്ടും കമ്മീഷണർ ഉൾപ്പെടെ. അതല്ലാതെ നടക്കില്ല. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ പ്രത്യേകിച്ചൊരു ശബരിമലയില് എന്തെങ്കിലും ഇത്തരത്തിലൊരു സ്വർണ്ണ വിലപിടിപ്പുള്ള, ഇനി വിലപിടിപ്പില്ലാത്ത തന്നെ ആയിക്കോട്ടെ, അത് ആചാരപരമായി ബന്ധപ്പെട്ടൊരു വിഷയം കൂടാണ്. അത്തരത്തിലൊരു കാരണം ഒരു കാര്യം അവിടുന്ന് എടുത്തു മാറ്റുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അതിനകത്ത് അടിമുടി ധാരാളം പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നു 2019 ഒരു രേഖ തന്നെ, എനിക്കൊന്ന് ജനൻജീവി തന്നെ അത് പുറത്തുവിട്ടിരുന്നു നേരത്തെ. 2019 ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് എത്തിച്ച് സ്മാർട്ട് പ്ലേസിൽ എത്തിച്ച് അത് റിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്തിക്കുകയും ഒക്കെ ഉണ്ടത് നേരത്തെ തന്നെ പറഞ്ഞാണ്. എന്തായാലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് അത് കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു തെളിവുകളും ഒക്കെ കിട്ടിക്കാണും. എന്തായാലും ഇത്രത്തോളം നീങ്ങിയ ഹൈക്കോടതി ഏതെങ്കിലും നല്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു വേണം കരുതാൻ. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും മറ്റും കടന്നു വരുമ്പോൾ ഇപ്പൊ ഇവര് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഈ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ്. അപ്പൊ അതിലേക്കൊക്കെ എത്തുമ്പോഴും അതല്ലെങ്കിൽ ഇനി അപ്പുറത്തേക്ക് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് ഉന്നത മിനിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവരിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറി അല്ലെങ്കിൽ ആരൊക്കെ ഇതിനോട് നമുക്കറിയില്ല, അതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് CBI അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം കേരള പോലീസിന് പരിമിതികളുണ്ട്. ഇപ്പൊ കോടതിയുടെ മുന്നിൽ ഇതൊക്കെ റിപ്പോർട്ടൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മൊഴി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയത് അറിയിച്ചു എന്നല്ലാതെ, പക്ഷെ അന്വേഷണം വരുമ്പോൾ കൃത്യതയോടുകൂടി ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം എത്താനും അവരുടെയൊക്കെ മൊഴിയെടുക്കാനും അല്ലെ വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരിക്കലും കേരള പോലീസിനെ കൊണ്ട് സാധിക്കും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് CBI അന്വേഷണം വേണം. എന്തായാലും കോടതിയുടെ ഈ നടപടി മുന്നോട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയും അതിൽ നിന്ന് മൊഴിയെടുക്കാനും ഒക്കെ സാധിക്കും. എന്തായാലും ആ ഒരു സമയത്തെങ്കിലും അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിരന്തരമായിട്ട് നമ്മുടെ എല്ലാം ഭാഗത്തിൽ, അത് ഭക്തന്മാരുടെയും ഭക്തജന സംഘങ്ങളുടെയും ഹിന്ദു സംഘങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ ഈ CBI അന്വേഷണവും വേണ്ടി വന്നാൽ, കാരണം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് മറ്റ് പണമിടപാടുകളും തുടങ്ങിയ കാരണം വിദേശബന്ധം വരെ ആരോപിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ EDയുടെ അന്വേഷണം വരെ വേണ്ടി വരാനുള്ള സാഹചര്യമാണ് ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ EDയുടെ അല്ലെങ്കിൽ CBIയുടെ അന്വേഷണത്തിൽ കുറഞ്ഞൊന്നും വ്യക്തമായ ഒരു കുറ്റവാളിലേക്ക് വിരൽ ചാണ്ടാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിലെ ചരിത്രം നോക്കി അതാണ്. അപ്പൊ തീർച്ചയായിട്ടും കോടതി ഈ ഒരു അനന്തര നടപടി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയി അവരെ പുറത്തേക്ക് കൊണ്ടുവരാനും അവരുടെ പേരിലുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് നല്ലത് തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ
ഇത്തരത്തിൽ വേണ്ട തരത്തിലെ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഒരു CBI അന്വേഷണം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ SJR കുമാർ പ്രതികരിച്ചതിന്.